എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിൽ Bsnl ftthന് വേണ്ടി ഉപയോഗിക്കുന്ന മോഡം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. Bsnലും Keralavision ഒക്കെ നെറ്റ്ലിങ്കിൻ്റെ മോഡമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നെറ്റ്ലിങ്കിൻ്റെ ഡുവൽ ബാൻഡ് മോഡമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. മോഡത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന അഡാപ്റ്റർ, അതായത് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വളരെ തല്ലിപ്പൊളി സാധനമാണ്. അത് ഞാൻ ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മാത്രവുമല്ല നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സാധാരണ കണ്ടുവരുന്നത് ഒരു നീല കളറുള്ള സിംഗിൾ ബാൻഡ് മോഡമാണ് Keralavisionനും Bsnലും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരുടെ ഫൈബർ ഇൻ്റർനെറ്റിന് വേണ്ടി. സിംഗിൾ ബാൻഡിനേക്കാളും കുറച്ചും കൂടെ പ്രത്യേകതയുണ്ട് ഡുവൽ ബാൻഡ് മോഡത്തിന്. അതിൽ 5Gക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വൈഫൈ ആൻറ്റിന ഉണ്ട്. 5G വൈഫൈ ആൻറ്റിനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 100 Mbps മുകളിലേക്കുള്ള ഏതെങ്കിലും പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻ്റർനെറ്റ് വൈഫൈ വഴി ലഭിക്കുമ്പോൾ സ്പീഡ് കുറയാണ്ട് അത്ര സ്പീഡ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഡുവൽ ബാൻഡ് നമ്മുടെ മോഡം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. സിംഗിൾ ബാൻഡിൽ നമുക്ക് നടക്കില്ല. പിന്നെ ഈ ഒരൊറ്റ വൈഫൈ ഉപയോഗിച്ചിട്ട് എൻ്റെ വീട്ടിൽ എല്ലാ റൂമിലും എനിക്ക് വൈഫൈയുടെ കവറേജ് ലഭിക്കുന്നുണ്ട്. ഞാൻ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് 2 നിലയാണ്. പക്ഷേ എല്ലാ റൂമിലും എനിക്ക് ലഭിക്കുന്ന സിഗ്നൽ ലഭിക്കുന്നുണ്ട് വൈഫൈയുടെ. മാത്രമല്ല എൻ്റെ വീടിൻ്റെ പുറത്തും ലഭിക്കുന്നുണ്ട്, നമ്മുടെ പറമ്പിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ താമസിക്കാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മോഡത്തിന് പ്രത്യേകിച്ച് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 12 വോൾട്ടിൻ്റെ ഇതിൻ്റെ പവർ കൊടുക്കുന്ന അഡാപ്റ്റർ വളരെയധികം മോശമാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇത് ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരിതും, രണ്ടാമത് നമ്മുടെ ലാൻഡ് ലൈൻ കൊടുക്കുന്നതും, പിന്നെ നമ്മുടെ ലാൻഡ് പോർട്ട് അങ്ങനെയൊക്കെ ഉള്ള സാധാരണ മോഡത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് 5Gക്ക് വേണ്ടി 2 ആൻറ്റിന സെപ്പറേറ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഡുവൽ ബാൻഡ് മോഡമാണ് ഇനി നമ്മൾ കൂടുതലും മേടിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒട്ടുമിക്ക ഫോണിലും പല ഡിവൈസുകളിലും ഡുവൽ ബാൻഡിന് സപ്പോർട്ടായ 5G വൈഫൈ ഉണ്ട്. 5G വൈഫൈ നമുക്ക് ഒത്തിരി ദൂരം നമുക്ക് മോഡത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മൾട്ടിമീറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അഡാപ്റ്റർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര വോൾട്ട് നമുക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ നമുക്കൊരു 12 വോൾട്ടിന് മുകളിൽ ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് നെറ്റ്ലിങ്കിൻ്റെ മോഡത്തിനോടൊപ്പം ലഭിക്കുന്ന അഡാപ്റ്ററിൽ 11.72 കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡ് ഹീറ്റാവുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു നല്ലൊരു അഡാപ്റ്റർ കുത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ 12 വോൾട്ടിന് മുകളിൽ ഫുൾ ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അഡാപ്റ്റർ എടുത്ത് നമ്മൾ മോഡത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് മോഡം വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി തരുന്ന അഡാപ്റ്റർ അത്ര നല്ല ഒരു അഡാപ്റ്റർ അല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മോഡത്തിന് ആയുസ് കൂടണമെങ്കിൽ വേറെ ഏതെങ്കിലും അഡാപ്റ്റർ ഉപയോഗിക്കേണ്ട ഒരവസ്ഥയാണ്. ഇത്ര ഒരു തല്ലിപ്പൊടി അഡാപ്റ്റർ കമ്പനി കൊടുക്കാണ്ടിരിക്കുകയായിരുന്നു നല്ലത്. കസ്റ്റമർ പുറത്തുനിന്ന് വേണമെങ്കിൽ നല്ല അഡാപ്റ്റർ മേടിച്ചിട്ട് യൂസ് ചെയ്ത് തന്നെ വെറുതെ ഈ മോഡ് നശിപ്പിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മുടെ സോളാറിൽ നിന്ന് കൊടുത്തേക്കാണ്. അതിൻ്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുറച്ച് ഡിവൈസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് 12 വോൾട്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ മോഡം എടുക്കുന്നതിൽ നിങ്ങൾ മടികാണിക്കേണ്ട ആവശ്യമില്ല, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന പവർ അഡാപ്റ്റർ മാറ്റിയിട്ട് ഉപയോഗിച്ചാൽ മതി.